ഹായ് ഹലോ, ഇന്ന് ഞാൻ ഞങ്ങളുടെ മൽബറി പഴുത്തതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ടിയാക്കുട്ടി അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതിൻ്റേതൂടെ സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഞങ്ങളുടെ മൽബറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ചെടിയാണ്, അതായത് രണ്ട് ചോട്ടിലായിട്ടാണ് നിൽക്കുന്നത്. അത് കാട് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. നിറയെ പഴുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. വേനൽ കഴിഞ്ഞുള്ള ഒരു മഴ വരും. ആ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പൊട്ടിക്കിളുത്ത് വരും. ആ കിളുപ്പെല്ലാം നിറയെ കായുമായിട്ടാണ് വരുന്നത്. ഒരു വളവും വെള്ളവും ഒന്നും കൊടുക്കാതെ ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂവാണ്ടൻ മാങ്ങ കണ്ട്. അത് വളരെ താഴെയായിട്ടാണ് ഈ മാങ്ങ, മൂവാണ്ടൻ മാങ്ങയുടെ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് താഴെയായിട്ട് തന്നെയാണ്. നമുക്ക് നിലത്ത് നിന്ന് പറിച്ചെടുക്കാവുന്ന പൊക്കത്തിലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മൽബറിയുടെ അകത്ത് കയറി നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതായത് ആ ചെടിയുടെ അകത്തൊരു പന്തലിട്ടതുപോലെ ഉണ്ട്. ഒത്തിരി പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി കുരുകുരാന്നിങ്ങനെ കായും പഴവും എല്ലാമായിട്ട് വളരെ മനസ്സ് കുളിർമപ്പെടുത്തുന്നൊരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് എന്നല്ല, ചെടികളൊക്കെ ഇങ്ങനെ കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അത് കാണാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒത്തിരി ഉണ്ട്. ഇത് മുഴുവൻ വീഡിയോക്കകത്താക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ. അതായത് നമ്മൾ റിയലായിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പന്തലിട്ടതുപോലെ ഉണ്ട്. എല്ലാം ഇങ്ങ് താഴെ വരെ വന്നതുകൊണ്ട് രണ്ട് മാങ്ങ കിടപ്പുണ്ട്. നിലത്തെല്ലാം ഈ മൽബറിപ്പഴം വീണ് കിടപ്പുണ്ട്. കണ്ടോ, കറുത്ത് ഇതാണ് അതിൻ്റെ പുറകു വശം. മൽബറിയൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇതുണ്ട്, ഒരു കാട് പോലൊരു പൊന്തക്കാട് പോലുണ്ട്. ഇത് മുഴുവൻ മൽബറിയാണ് കേട്ടോ. 2 മൂട് മൽബറി. അതുപോലെ എനിക്ക് പേടിയാണ് ഈ കാടിനകത്തൂടെ നടന്നു പോകാൻ. പേടിച്ചായി വീഡിയോ എടുക്കാൻ. പാമ്പിനെയാണ് പേടി. ഇഞ്ചി നട്ടതൊന്നും കാണാൻ പോലും ഇല്ല. എല്ലാം കാടിനകത്തായിപ്പോയി. നാല് സൈഡിൽ നിന്ന് ഞാനിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ്. ഒരു വനം പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.